നമസ്കാരം. പാർട്ടി പ്രവർത്തകർ പോലും വോട്ട് ചെയ്യില്ല. 2019 കെ സുരേന്ദ്രൻ നേടിയ വോട്ടിന് അടുത്തുപോലും എത്തില്ല. അനിൽ ആന്റണിയെ ബി.ജെ.പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ചിലർ അടക്കം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. എന്നാൽ വാശിയേറിയ പ്രചാരണവും വോട്ടും കഴിഞ്ഞ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ എന്ത് മാജിക് ആയിരിക്കും കാട്ടുകയെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ബി.ജെ.പി നേരത്തെ തന്നെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പലരും അത് അത്ര കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ അഭിപ്രായപ്പെടുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കറുത്ത കുതിരയാകുമെന്ന് തന്നെയാണ്. അനിൽ ആന്റണി ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ മറികടന്ന് രണ്ടാമത് എത്തുമെന്നാണ് മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോൾ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ അത് പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. UDF 36.53% വോട്ടുമായി വിജയം തുടരുമ്പോൾ അനിൽ ആന്റണിക്ക് 32.17% വോട്ട് വിഹിതമാണ് മനോരമ അവകാശപ്പെടുന്നത്. LDFന്റെ വോട്ട് വിഹിതം 27.7%ത്തിലേക്ക് ഇടിയുകയും ചെയ്യും. അനിൽ ആന്റണി മുന്നേറ്റം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അതൊന്നും തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. മണ്ഡലത്തിൽ തുടർച്ചയായ 4ാം തവണയും ആന്റോ ആന്റണിയും UDFും വിജയം ഉറപ്പിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കത്തിൽ മുന്നണിയിലും പാർട്ടിയിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രചാരണത്തിൽ ഇതെല്ലാം മറികടക്കാൻ കഴിഞ്ഞുവെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. പരമ്പരാഗതമായി UDFന്റെ അടിയുറച്ച മണ്ഡലമായ പത്തനംതിട്ട ഏത് വിധേനയും തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയനും CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ തോമസ് ഐസക്കിനെ തന്നെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. ശക്തമായ പ്രചാരണം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിനാൽ തന്നെ എക്സിറ്റ് പോളുകളെയെല്ലാം അസ്ഥാനത്താക്കി തോമസ് ഐസക് പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു കയറുമെന്നാണ് ഇടതിന്റെ ആത്മവിശ്വാസം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളും പത്തനംതിട്ടയിലെ തിരുവല്ല, റാന്നി, കോന്നി, ആറന്മുള, അടൂർ എന്നീ 5 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം വിജയിക്കാൻ LDFന് സാധിച്ചിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലുമായി 70,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷവും LDFനുണ്ട്. ഇത്രയൊന്നും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഐസക് വിജയിക്കുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ അവലോകനത്തിൽ വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ പത്തനംതിട്ടയെ CPM ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വോട്ട് 63.37% രേഖപ്പെടുത്തിയ മണ്ഡലമായിരുന്നു പത്തനംതിട്ട. 2019ലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ 11%ത്തിന്റെ ഇടിവാണ് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായത്. മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ ആകെ താളം തെറ്റിക്കാൻ പോകുന്നതായിരിക്കും വോട്ട് വിഹിതത്തിലെ ഈ ഇടിവ്. അടിയൊഴുക്കുകൾ ശക്തമായ മണ്ഡലത്തിൽ അനിൽ ആന്റണിക്ക് നേരെ വീഴുന്ന വോട്ടുകൾ ഭാവി കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണാം.